ഭോപ്പാൽ ദുരന്തത്തിലെ വിഷമാലിന്യങ്ങൾ നീക്കി തുടങ്ങി. 40 വർഷമായി കെട്ടിക്കിടക്കുന്ന വിഷമാലിന്യമാണ് മധ്യപ്രദേശ് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് നീക്കുന്നത്. 338 ടൺ മാലിന്യം നീക്കം ചെയ്യേണ്ടതുണ്ട്. വിഷമാലിന്യം നീക്കം ചെയ്യുന്ന ദൃശ്യങ്ങൾ മീഡിയ വൺ ലഭിച്ചു. ഡി ധനസുമോദ് വിവരങ്ങളുമായി ചേരുന്നു. സുമോദ്, ഇത് എന്ത് മാലിന്യമാണ്? ഇത് നേരത്തെ ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായിട്ടുള്ള വിഷമാലിന്യങ്ങൾ അവിടെ തന്നെ നേരത്തെ ഖരമാലിന്യങ്ങളായിട്ട് തന്നെ കെട്ടിക്കിടക്കുകയായിരുന്നു. 1984 ഈ ഭോപ്പാൽ ദുരന്തമുണ്ടായത്. പിന്നീട് ഈ വിഷമാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല, ഈ മാലിന്യം പലതും മണ്ണിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും മണ്ണിലും അടുത്തുള്ള ജലാശയങ്ങളിലടക്കം വിഷം പടർത്തുന്നതിന് കാരണമാകുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് മധ്യപ്രദേശ് ഹൈക്കോടതി ഈ പരാതി പരിഗണിച്ചപ്പോൾ ഉടനടി തന്നെ ഈ വിഷമാലിന്യം ഈ സ്ഥലത്ത് നിന്നും ഭോപ്പാലിൽ നിന്നും നീക്കം ചെയ്യണം എന്നുള്ള ഒരു കാര്യം ആവശ്യപ്പെട്ടത്. ഇനി 6-ാം തീയതിയാണ് കേസ് വീണ്ടും പരിഗണിക്കുന്നത്. അതിനു മുമ്പ് നീക്കം ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഇതേ തുടർന്നാണ് ഒരു പ്രത്യേക ട്രക്കുകളുടെ സജ്ജീകരണത്തോടുകൂടി തന്നെ വിഷമാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. ഈ ലീക്ക് ചെയ്യാത്ത പ്രത്യേകം ട്രക്കാണ് ഇതിനുവേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിന് മാലിന്യം നീക്കം ചെയ്യുന്ന ആളുകൾ അവരുടെ PP കിറ്റെല്ലാം ധരിച്ചുകൊണ്ടാണ് രാത്രിയോടുകൂടി വിഷമാലിന്യങ്ങൾ നീക്കാൻ തുടങ്ങിയത്. ഭോപ്പാലിൽ നിന്നും 165 കിലോമീറ്റർ അകലെയുള്ള പീതംപൂർ എന്നുമുള്ള സ്ഥലത്തേക്കാണ് ഇപ്പോൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത്. അവിടെ ഇതെല്ലാം വിഷമാലിന്യങ്ങൾ സംസ്കരിക്കും എന്നുള്ള ഒരു ഉറപ്പാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ ആ ഒരു പ്രദേശത്തും ഇതിങ്ങനെ കൃത്യമായി സംസ്കരിക്കാതെ ഒരു ഡംപ് കൃത്യമായി ഇത്തരത്തിൽ സംസ്കരിക്കാതെ ഇത് നിക്ഷേപിച്ചാൽ അവിടെയും ഈ തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു പരിസരവാസികളുടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട ആക്ടിവിസ്റ്റുകൾ ഇതിനകം തന്നെ ഇപ്പോൾ ഒരു സമരത്തിലാണ്, അവർ പ്രതിഷേധത്തിലാണ്. അതിനിടയിൽ തന്നെയാണ് ഈ ഹൈക്കോടതിയുടെ ഉത്തരവ് പാലിക്കാൻ വേണ്ടിയുള്ള ദ്രുതഗതിയിൽ തന്നെ ഇപ്പോൾ മാറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത്.